إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അനുഗ്രഹങ്ങളുടെ കലവറയായ സ്വർഗം കരസ്ഥമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട്
മാതാപിതാക്കൾ വളർത്തിയെടുക്കുന്ന മക്കൾ അവരോടുള്ള സ്നേഹമറിയാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. സ്വത്തിന്റെ പേരിലും വാക്കുതർക്കങ്ങളുടെ പേരിലും വാർദ്ധക്യത്തിന്റെ പേരിലും സ്വന്തം മാതാവിനെയും പിതാവിനെയും മദ്യലഹരിയിൽ യാതൊരു മടിയുമില്ലാതെ കൊലപ്പെടുത്തുന്ന, അവരോട് തർക്കിക്കുന്ന, വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുവിടുന്ന മക്കളെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് ഇസ്ലാം അൽ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോടുള്ള സ്നേഹത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടി ഉണർത്തുന്നത്. ഇന്നത്തെ ഓരോ മക്കൾക്ക് മാതാപിതാക്കളോടുള്ള വില അറിയണമെങ്കിൽ ഇന്ന് പ്രസവിച്ച ഒരു കുട്ടിയെ 2-3 വയസ്സ് വരെ മാതാവും പിതാവും, പ്രത്യേകിച്ച് മാതാവ് പരിചരിക്കുന്നതിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുത്താൽ മാത്രം മതി. ആ കുട്ടിയെ പ്രസവിച്ചത് മുതൽ ആ കുട്ടി ഏത് പാതിരാത്രിക്ക് എണീറ്റുകൊണ്ട് കരഞ്ഞാലും തന്റെ ഉറക്കം കളയുന്ന ആ മാതാവ്, ആ സമയത്ത് അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്ന മാതാവ്, ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാൽ കുട്ടി പറയുന്നതെല്ലാം വാങ്ങിക്കൊടുത്ത് ആ കുട്ടിയെ സ്നേഹിക്കുന്ന രൂപം നമ്മൾ ഇന്നത്തെ മക്കളൊന്ന് കണ്ടു കഴിഞ്ഞാൽ അവര് മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? എന്നെയും ഇതുപോലെ പ്രസവിച്ചവനാണ്. ആ ദിവസം മുതൽ ഏകദേശം ഒരു 2-3 വയസ്സ് വരെ ആ കുട്ടിയെ സ്നേഹിച്ചതുപോലെ എന്നെയും എന്റെ മാതാപിതാക്കൾ സ്നേഹിച്ചിട്ടുണ്ട്. ഞാനൊന്ന് മൂത്രമൊഴിച്ചാൽ അവിടെ വൃത്തിയാക്കാൻ ആ മാതാപിതാക്കൾക്ക് ഒരു മടിയുണ്ടായിരുന്നില്ല. ഞാൻ ഏത് പാതിരാത്രി കരഞ്ഞാലും അവർക്ക് പ്രയാസമുണ്ടായിരുന്നില്ല. എന്നാൽ വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കൾക്ക് ഈ കുട്ടിയുടെ അവസ്ഥ ഉണ്ടാകുമ്പോ അതുപോലും ചിന്തിക്കാത്ത മക്കളാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം പ്രയാസമായി തോന്നുന്ന മക്കൾ. നോക്കൂ, വിശുദ്ധ ഖുർആൻ ഏതിന്റെ കൂടെയാണെന്നറിയോ മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത്? നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. എന്നിട്ട് പറഞ്ഞു വബിൽ വാലിദൈനി ഇഹ്സാന. ശ്രദ്ധിക്കണം, തൗഹീദിന്റെ കൂടെയാണ് അല്ലാഹു മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്. എത്ര വിഷയങ്ങളുണ്ട് പറയാൻ. വലാ തുശ്രികൂ ബിഹി ശൈഅ എന്ന് പറഞ്ഞിട്ട് വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് റബ്ബ് പറയണമെങ്കിൽ അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു ആയത്തിൽ കാണാം വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് വിധിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? റബ്ബിനെ മാത്രം ആരാധിക്കണം. അതിന്റെ കൂടെ പറയുന്നു വബിൽ വാലിദൈനി ഇഹ്സാന, രണ്ടാമത്തെ ആയത്ത്. അത് രണ്ടും തൗഹീദിന്റെ കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ റഗിമ അൻഫ് 3 തവണ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വാക്ക് ആവർത്തിച്ചു. അടുത്തിരിക്കുന്ന സ്വഹാബി പ്രവാചകനോട് ചോദിക്കുന്നു, ആരെ കുറിച്ചാണ് പ്രവാചകരെ ഒരാൾ നിന്ദ്യനാകട്ടെ എന്ന് താങ്കൾ പറഞ്ഞത്? അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യന് പറഞ്ഞു കൊടുക്കുന്നു, മൻ അദ്റക വാലിദൈനി ഇൻദൽ കിബരി അഹദഹുമാ ഔ കീലൈഹിമാ സുമ്മ ലം യദ്ഖുലുൽ ജന്ന. വാർദ്ധക്യമായ ഒരു ഉപ്പയെയും ഒരു ഉമ്മയെയും കിട്ടിയിട്ട് സ്വർഗം വാങ്ങാത്ത മനുഷ്യനുണ്ടെങ്കിൽ അവൻ നിന്ദ്യനായി പോകട്ടെ. റഗിമ അൻഫഹു. അതായത് വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവര് നമുക്ക് സ്വർഗത്തിന് കാരണമാണ്.
അവർ നമുക്ക് നരകത്തിനും കാരണമാണ്. അൽ വാലിദൈനി ഹുമാ ജന്നതുക വനാറുക. മാതാപിതാക്കൾ കാരണം നീ സ്വർഗത്തിലും പോകും, മാതാപിതാക്കൾ കാരണം നീ നരകത്തിലും പോകും. അപ്പൊ അത്തരത്തിലുള്ള മാതാപിതാക്കളെ കിട്ടിയിട്ട് സ്വർഗം വാങ്ങാത്ത മനുഷ്യരെ നിങ്ങൾ നിന്ദ്യരാണ്, നിന്ദ്യനായി പോകട്ടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുകൊണ്ട് റസൂൽ പറഞ്ഞത് അൽ ജന്നത്തു തഹ്ത അഖ്ദാമുൽ ഉമ്മഹാത്ത്, മാതാപിതാക്കളുടെ കാലിനടിയിലാണ് സ്വർഗം. അങ്ങനെ പറഞ്ഞാൽ എന്താ? അവരെ നമ്മൾ സ്നേഹിച്ചാൽ, അവരെ നമ്മൾ പരിചരിച്ചാൽ, എല്ലാവിധ സ്നേഹവും നമ്മൾ അവർക്ക് കൊടുത്താൽ അള്ളാഹുവിന്റെ സ്വർഗം അള്ളാഹു നമുക്ക് നൽകും. നോക്കൂ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ അദ്ദേഹം ഇങ്ങനെ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വറഅ റജുലുൻ യതൂഫു ഫിൽ ബൈത്തി ഹാമിലൻ ഉമ്മഹു. ആ സമയത്ത് ഒരാൾ ഉമ്മയെ ചുമന്നുകൊണ്ട് ഇങ്ങനെ തവാഫ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ മനുഷ്യൻ ഉമ്മയോട് ചോദിക്കുന്നുണ്ട്, അത്തറയാനി ജസൈതുക, നിങ്ങളോടുള്ള ബാധ്യതയൊക്കെ ഉമ്മ ഞാൻ നിറവേറ്റിയില്ലേ? ആ ഉമ്മയെ ഒരുപാട് കാലം നോക്കി പരിചരിച്ചു. അവസാനം ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഉംറക്കിടയില് തവാഫ് ചെയ്യുന്ന വേളയിൽ ചോദിക്കുകയാണ്, എല്ലാ ബാധ്യതയും ഉമ്മ ഞാൻ നിറവേറ്റിയില്ലേ? അപ്പൊ ഇത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. ആ മനുഷ്യനോട് പറഞ്ഞു, ലാ വല്ലാഹി വലാ തൽഖത്തുൻ വാഹിദ, ഇല്ല മോനെ, ബാധ്യത തീർന്നിട്ടില്ല. നമ്മൾ പറയാറുണ്ട് മാതാപിതാക്കൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, പണം കൊടുക്കാറുണ്ട്, ഭക്ഷണം കൊടുക്കാറുണ്ട്, എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോകാറുണ്ട്, വേണ്ട സൗകര്യങ്ങളെല്ലാം കൊടുക്കാറുണ്ട്. എന്നിന്റെ ബാധ്യത തീർന്നില്ല. ഇല്ല, നീ എത്ര ചെയ്തു കൊടുത്താലും അവരോടുള്ള ബാധ്യത തീരുന്നില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉമ്മയെ ചുമന്നുകൊണ്ട് തവാഫ് ചെയ്യുന്ന വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുക. ആ രൂപത്തിൽ അവരെ നമ്മൾ സ്നേഹിക്കാൻ തയ്യാറാകണം. നോക്കൂ, പ്രവാചകന്റെ സന്നിധിയിൽ ഇസ്ലാമിക കാര്യങ്ങൾ പഠിച്ച ഒരു സഹാബിയായിരുന്നു അൽഖമ റളിയല്ലാഹു അൻഹു. പ്രവാചകന്റെ സദസ്സിൽ നിന്ന് ദീൻ പഠിച്ച സഹാബി. മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല. വിവരം സഹാബത്ത് പ്രവാചകനെ അറിയിച്ചു. ചൊല്ലിക്കൊടുത്തു, പറയാൻ സാധ്യമല്ല. ആർക്കെന്നറിയോ? പ്രവാചകന്റെ സദസ്സിൽ നിന്ന് ദീൻ പഠിച്ച അൽഖമ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ അന്വേഷിച്ചു. ഇവർക്ക് ബന്ധുക്കളായി ആരെങ്കിലും ഉണ്ടോ? അതെ, ഉമ്മയുണ്ട്, കൊണ്ടുവരാൻ പറഞ്ഞു. ഉമ്മയോട് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ഈ മോനുമായി നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല നബിയെ, എന്നെ മകൻ നന്നായി സ്നേഹിച്ചിരുന്നു, എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിരുന്നു. പക്ഷേ അൽഖമ വിവാഹിതനായതിനു ശേഷം എന്നേക്കാൾ കൂടുതൽ സ്നേഹിച്ചത് ഭാര്യയെയാണ്. അവൾ വന്നതിന് ശേഷം എന്നോടുള്ള സ്നേഹം ഒന്ന് കുറഞ്ഞുപോയി. എനിക്ക് പരാതിയില്ല, പരിഭവമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. നോക്കൂ, നിങ്ങൾ സ്വന്തം ഭാര്യയെ, സ്വന്തം ഉമ്മയേക്കാൾ ഭാര്യയെ സ്നേഹിച്ചത് കൊണ്ട്, ഉമ്മയോടുള്ള സ്നേഹം കുറഞ്ഞു പോയത് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധിച്ചില്ല. നമ്മൾ മനസ്സിലാക്കണം അതിന്റെ ഗൗരവം എത്രയുണ്ടെന്ന്. ഉമ്മ അതെല്ലാം വിട്ടുകൊടുത്തു, മാപ്പ് കൊടുത്തു. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചു മരണപ്പെടുകയാണ്. പറഞ്ഞു വന്നത് തൗഹീദുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോടുള്ള ബന്ധത്തെക്കുറിച്ചും പുണ്യത്തെക്കുറിച്ചും പറഞ്ഞത്. അലാ ഉഖ്ബിറുക്കും ബിഅക്ബറിൽ കബായിർ, ഏറ്റവും വലിയ പാപങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? അൽ ഇശ്റാഖു ബില്ലാഹ്, ഒന്ന് അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്, ശിർക്കാണ്. വഉഖൂഖുൽ വാലിദൈൻ, രണ്ട് മാതാപിതാക്കളെ ദ്രോഹിക്കുന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? നേരത്തെ രണ്ട് ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ ആരാധിക്കണം എന്ന തൗഹീദിന്റെ കൂടെ അടുത്ത പുണ്യകർമ്മമായി കൊണ്ട് പഠിപ്പിച്ചത് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളെ സ്നേഹിക്കണമെന്നായിരുന്നു. എന്നാൽ അലാ ഉഖ്ബിറുക്കും ബിഅക്ബറിൽ കബായിർ, ഏറ്റവും വലിയ തിന്മകൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്ന തിന്മകളുടെ കൂട്ടത്തിലും രണ്ടാമതായി പറഞ്ഞത് ഉഖൂഖുൽ വാലിദൈന, മാതാപിതാക്കളെ ദ്രോഹിക്കുന്നതാണ്.
ഒന്ന് അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന. രണ്ട് വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ദ്രോഹിക്കുക. നാവ് കൊണ്ട്, കൈ കൊണ്ട്, ശരീരം കൊണ്ട് ഏത് രൂപത്തിലുള്ള ദ്രോഹമാണെങ്കിലും അത് ഏറ്റവും വലിയ പാപമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. മാത്രമല്ല സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിഗണന നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലോകം നമുക്ക് വരാനുണ്ട്. ആ ലോകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സലാസത്തുൻ ലാ യൻദുറുഹുമുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അല്ലാഹു നോക്കാത്ത, പരിഗണിക്കാത്ത മൂന്ന് വിഭാഗങ്ങളുണ്ട്. നമ്മൾക്ക് ആഗ്രഹം എന്താ? നമ്മെ സൃഷ്ടിച്ച റബ്ബ് നമ്മളെ പരിഗണിക്കണം. പരലോകത്ത് അല്ലാഹുവിന്റെ പരിഗണന പോലും നമുക്കില്ല എങ്കിൽ ആ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നാൽ മൂന്ന് വിഭാഗം ആളുകളിലേക്ക് അല്ലാഹു നോക്കുകയില്ല. ഒരുപാട് വിഭാഗങ്ങളുണ്ട് പല ഹദീസുകളിലൂടെ പറഞ്ഞ. ഈ ഹദീസിൽ പറയുന്നത് സലാസത്തുൻ ലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ. അതിലൊന്നെന്താണെന്നറിയോ? അൽ ആഖു ലിവാലിദൈഹി, മാതാപിതാക്കളെ ആക്രമിച്ചവൻ, ദ്രോഹിച്ചവൻ, അവർക്ക് അവരുടെ സമാധാനം നഷ്ടപ്പെടുത്തിയ ആളുകൾ. അൽ ആഖു ലിവാലിദൈഹി, അവർ അല്ലാഹു നോക്കുക പോലും ചെയ്യൂല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മാത്രമല്ല രണ്ടാമതായി പറഞ്ഞു വമുദ്മിനുൽ ഖംർ, കള്ള് കുടിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ. അത് സിഗരറ്റ് ആകട്ടെ, മദ്യമാകട്ടെ, MDMA ആകട്ടെ, അതുപോലെ ഏത് പേരിൽ അറിയപ്പെട്ട ലഹരി വസ്തുക്കളാണെങ്കിലും വമുദ്മിനുൽ ഖംർ, ആ ലഹരി ആസ്വദിക്കുന്ന, അതിൽ ആനന്ദവും സുഖവും കണ്ടെത്തുന്ന ആളുകളിലേക്ക് ലാ യൻദുറുല്ലാഹു, അല്ലാഹു നോക്കൂല. മൂന്നാമതായി പറഞ്ഞു വൽ മന്നാനു ബിമാ അഅത, അല്ലാഹു നൽകിയ സമ്പത്ത് ആളുകൾക്ക് കൊടുത്ത ആളുകളാണ്. പക്ഷേ അതിങ്ങനെ എടുത്തു പറയും, ഇന്ന ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്, പൊങ്ങച്ചം പറയും. അങ്ങനെയുള്ള ആളുകളിലേക്കും അല്ലാഹു നോക്കുകയില്ല. മറ്റൊരു ഹദീസിൽ കാണാം ലഅനല്ലാഹു മൻ ലഅന വാലിദൈഹി, മാതാപിതാക്കളെ ശപിച്ച ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. മാത്രമല്ല സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്ലാമിലെ ഏറ്റവും നല്ല കാര്യം ഏതാണെന്ന് ചോദിക്കുകയാണ്. ആദ്യമായി ആ സഹാബി ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ് അയ്യുൽ അമലു അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിങ്കലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമേതാണ്, പ്രവർത്തനമേതാണ്? ആദ്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അസ്സലാത്തു അലാ അവ്വലി വഖ്തിഹാ, നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കലാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത്. രണ്ട് അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യലാണ്. തന്റെ ശരീരം കൊണ്ടും തന്റെ സമ്പത്ത് കൊണ്ടും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യലാണ്. മൂന്നാമതായി പറഞ്ഞു അൽ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളെ സ്നേഹിക്കുക, അവർക്ക് പുണ്യം ചെയ്യുക, അവരോട് നന്മയോടുകൂടി വർത്തിക്കുക. അതാണ് ഇസ്ലാമിലെ മൂന്നാമതായി പഠിപ്പിച്ച ഏറ്റവും ഖൈറായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നറിയോ? നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്? നമ്മൾ വാർദ്ധക്യത്തിലെത്തിയാൽ എന്നും ഈ ചുറുചുറുക്കുണ്ടാവില്ല, ഈ ആരോഗ്യം ഉണ്ടാവില്ല. തൊലികളെല്ലാം ചുക്കിച്ചൊളിയുന്ന, കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന, കേൾവി നഷ്ടപ്പെട്ടു പോകുന്ന, ഇന്ന് നടക്കുന്ന പോലെ നടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എല്ലാവരും മാറും. അതിന് മുന്നേ മരണപ്പെടാത്തവരൊക്കെ മാറും. ആ സമയത്ത് ഇന്ന് നമ്മൾ താലോലിക്കുന്ന, നമ്മൾ ഒരുപാട് വിദ്യാഭ്യാസം കൊടുക്കുന്ന മക്കള് നമ്മൾ നോക്കുന്ന മക്കളാണോ? എപ്പോഴും പറയുന്ന ഒരു വിഷയമാണ്, ഉദാഹരണമാണ്, സംഭവിച്ച കാര്യം കേട്ടോ. ഒരു അധ്യാപകന് 3 മക്കൾ ഉണ്ടായിരുന്നു. ഒരാൾ ഡോക്ടറാണ്, ഒരാൾ എഞ്ചിനീയറാണ്, ഒരാൾ വേറെ എന്തോ പ്രൊഫഷനാണ്. 3 മക്കൾക്കും വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്. ഒരാൾ IT മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഒരുപാട് സമ്പത്ത് ചെലവാക്കി ഉന്നത വിദ്യാഭ്യാസം നൽകിയ പിതാവായിരുന്നു. മരണപ്പെട്ടു.
മരണപ്പെട്ട സമയത്ത് പള്ളിയിലേക്ക് മയ്യത്ത് കൊണ്ടുവന്ന് 3 മക്കളിൽ ഒരാൾക്ക് പോലും ഇമാമ നിൽക്കാൻ കഴിയുന്നില്ല. മയ്യത്ത് നമസ്കാരത്തിന്റെ രൂപമറിയില്ല, അതിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ അറിയില്ല, ഒരു സമൂഹത്തിന് എങ്ങനെ നേതൃത്വം കൊടുക്കേണ്ടത് പോലും അറിയില്ല. ഇമാമ എന്നത് മറ്റൊരാൾ. നമ്മുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ മക്കളാണെങ്കിൽ എന്തൊരു ബറക്കത്ത് ഉണ്ടാവും, എന്തൊരു ആത്മാർത്ഥതയുണ്ടാകും. അത് മറ്റൊരുത്തനാണെങ്കിലോ ആ ഉന്നത വിദ്യാഭ്യാസം നൽകാൻ പണം ചെലവാക്കുക മാത്രമല്ല, എത്രയോ വർഷങ്ങൾ എടുത്തിട്ടുണ്ടാവും, 5, 10, 15 വർഷങ്ങൾ. പക്ഷേ മയ്യത്ത് നമസ്കാരത്തിന്റെ റുക്കിനും അതിന്റെ കൈഫിയത്ത് രൂപമൊക്കെ പഠിക്കാൻ ആകെ ഒരു 2 മിനിറ്റ് മതി, സെക്കൻഡുകൾ മാത്രം മതി. അത് ആ ഒരു മതവിദ്യാഭ്യാസം അയാൾ കൊടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി എന്നെ ചെറുപ്പത്തിൽ കാരുണ്യത്തിന്റെ ചിറക് എനിക്ക് നൽകിയതുപോലെ റബ്ബേ അവർക്ക് നീ കാരുണ്യം കൊടുക്കണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മി, എന്റെ ഉമ്മക്ക് പുറത്തു കൊടുക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബി, എന്റെ ഉപ്പക്ക് പുറത്തു കൊടുക്കണം. അല്ലാഹുമ്മ ദഖിൽ ഉമൽ ജന്ന, അവരെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ ഉതകുന്ന മക്കളെയാണോ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ചിന്തിക്കണം. എല്ലാവരും വാർദ്ധക്യത്തിലേക്ക് എത്തും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചത്. എന്താണെന്നറിയോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹറമി വൽ ബഖൽ, പിശുക്കിൽ നിന്നും വാർദ്ധക്യ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ. വാർദ്ധക്യത്തിലുള്ള പ്രയാസം എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഒരു പ്രാർത്ഥന റസൂലിന്റെ മിനൽ ഹറമി വൽ ബഖൽ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹറമി വൽ ബഖൽ, പിശുക്കിൽ നിന്നും വാർദ്ധക്യ പ്രയാസത്തിൽ നിന്നും കാത്തുരക്ഷിക്കണം. ഇനി മാതാപിതാക്കളെ നമ്മള് പല ആളുകളും പല രൂപത്തിലായിരിക്കും ഉപദ്രവിക്കുക. അതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ചില ആളുകൾ പറയും ഞാൻ കൈ കൊണ്ടൊന്നും പ്രവർത്തിക്കുന്നില്ല, ചില സമയത്ത് എന്തെങ്കിലും പറയാറുള്ളൂ. എന്നാൽ അവർ വ്യക്തമായി പറയുന്ന 4-5 കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അവർ ഉപദ്രവിക്കുന്നതിന് തുല്യാണ്. എന്താണെന്നറിയോ? പണ്ഡിതന്മാർ എണ്ണി പറയുന്നത് ഇബ്കാഉൽ വാലിദൈനി വതഹ്സീനഹുമാ, മാതാപിതാക്കളെ ദുഃഖിപ്പിക്കുക. നമ്മൾ കാരണം അവര് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ശാപമിറങ്ങുന്ന, അള്ളാഹുവിന്റെ കോപമിറങ്ങുന്ന ഒരു കാര്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി. മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപം. അവര് നമ്മളോട് സ്നേഹത്തിലാണെങ്കിൽ അള്ളാഹു നമ്മളോട് സ്നേഹിക്കും. അവര് നമ്മളോട് കോപത്തിലാണ്, ദേഷ്യത്തിലാണെങ്കിൽ അള്ളാഹുവിന് നമ്മളോടും ദേഷ്യമായിരിക്കും. അപ്പൊ ഇത് അവർ ഉപദ്രവിക്കുന്നതിന് തുല്യാണ്. അവരെ കരയിപ്പിക്കുക, ദുഃഖിപ്പിക്കുക. രണ്ടാമതായി പണ്ഡിതന്മാര് പറഞ്ഞു അവരുടെ അടുക്കല് സൗണ്ട്, ശബ്ദമുയർത്തി സംസാരിക്കാം. അത് ഉഖൂഖുൽ വാലിദൈൻ, അവർ ഉപദ്രവിക്കുന്ന ഇനത്തിൽപ്പെട്ടതാണ്. മൂന്നാമതായി പറഞ്ഞു ഖില്ലത്തുൽ ഇഅ്തിദാലി ബിറഇഹിമ, അഭിപ്രായം പരിഗണിക്കാതിരിക്കുക. നമ്മൾ എത്രയും വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കൾ ഒരു വീട് വെക്കുകയാണ്, ഒരു സംരംഭം തുടങ്ങുകയാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച പോലും അവരോട് ചോദിക്കൂല, ഒരു ആശയവും പങ്കുവെക്കൂല, അവരുടെ അഭിപ്രായത്തിന് ഒരു പരിഗണന പോലും നൽകാത്ത മക്കൾ. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ അൽഖമാ റളിയല്ലാഹു അൻഹു വിഷയം, മാതാപിതാക്കളെ ഭാര്യനെ അത്ര സ്നേഹിക്കൂല, ഭാര്യയേക്കാൾ കൂടുതൽ മാതാപിതാക്കളെക്കാൾ കൂടുതൽ ഭാര്യയെ സ്നേഹിക്കുന്ന ആളുകൾ. അത് ഉഖൂഖുൽ വാലിദൈനിൽപ്പെട്ടതാണ്. പിന്നെ പറഞ്ഞു തർക്കുർ റഅ്യി വൻ നസീഹ, അവരുടെ ഉപദേശവും അഭിപ്രായവും ഒക്കെ നമ്മൾ ഒഴിവാക്കുക. ഒരു അഭിപ്രായവും അവരിൽ നിന്ന് സ്വീകരിക്കാത്ത മക്കൾ. ഇതെല്ലാം മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന കൂട്ടത്തിൽ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞ കാര്യമാണ്. അതല്ലാതെ മദ്യലഹരിയിൽ വന്ന് കൊലപ്പെടുത്തുക, അതുപോലെ തന്നെ ഉപദ്രവിക്കുക, അത് മാത്രമല്ല, നമ്മൾ നിസ്സാരമായി കാണുന്ന കാര്യങ്ങളൊക്കെ ഉഖൂഖുൽ വാലിദൈനിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ബാധ്യത, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിച്ചാൽ നമ്മൾ സ്വർഗ്ഗത്തിലാണ്. അവർക്ക് വേണ്ട പരിഗണന കൊടുക്കാതെ, അവരുടെ പ്രാധാന്യം അറിയാതെ അവർ ഉപദ്രവിച്ചാലോ, അതേത് രൂപത്തിലാണെങ്കിലും
അത് നരകത്തിലേക്കുള്ള പോക്കാണ്. ഹുമാ ജന്നത്തുക വനാറുക, അവരാണ് നിന്റെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മാതാപിതാക്കൾ കാരണം സ്വർഗം വാങ്ങുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കളെ സ്നേഹിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അക്രമമായി തിന്മയായി പഠിപ്പിച്ച ഒന്നും കൂടെയാണ് അവരെ ഉപദ്രവിക്കുക എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും നമ്മൾ അനുസരിക്കണം, പക്ഷെ മതത്തിന്റെ വിഷയം ഒഴികെ. ഇപ്പൊ നമ്മൾ ഇസ്ലാം മതം സ്വീകരിച്ച ഒരാളാണെങ്കിൽ, അതല്ലെങ്കിൽ യഥാർത്ഥ തൗഹീദ് മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ, ചിലപ്പോ ഉമ്മയും ബാപ്പയും വലാലത്തിലായിരിക്കും, ഹിദായത്തിലായിരിക്കില്ല. അപ്പൊ അത് ചെയ്യരുത് എന്നവര് പറഞ്ഞാൽ നമുക്കത് ശരിയാണെങ്കിൽ നമ്മളത് ചെയ്യണം. അവിടെ അവരെ എതിർക്കാൻ നമുക്ക് അവകാശമുണ്ട് ദീനിന്റെ വിഷയത്തിൽ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പ്രവാചക സന്നിധിയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്തേക്ക് മടങ്ങി വന്നു. ഉമ്മ പറഞ്ഞു, മാ ഹാദല്ലദീ വസറഫക അൻ ദീനി ഉമ്മിക വഅബീക. സഅദ്, നീ ഉമ്മയുടെയും ഉപ്പയുടെയും ദീനിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിട്ടുണ്ട് സഅദ്. വല്ലാഹി ലതദഉന ദീനകൽ ജദീദ് ലാ ആകുലു വലാ അശ്റബു ഹത്താ അമൂത്. മുഹമ്മദ് പറയുന്ന ഈ മതം നീ സ്വീകരിച്ച വ്യക്തിയല്ലേ, അതെങ്ങാനും നീ പുതിയ മതമെങ്ങാനും നീ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ വല്ലാഹി ഞാൻ ഒരിക്കലും ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല, ഹത്താ അമൂത്, ഞാൻ മരിക്കുന്നത് വരെ, അങ്ങനെ മരണപ്പെട്ടു പോകും എന്ന് ഉമ്മ സഅദ് ഇബ്നു അബീ വഖാസ് മകനോട് പറയാം. അത് ദീനിന്റെ വിഷയമാണ് കേട്ടോ. അപ്പോ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വല്ലാത്തൊരു മറുപടി ഉണ്ട്. ലൗ കാന ലക നഫ്സിൻ അൽഫ നഫ്സിൻ വനഫ്സിൻ ഫഖറജത മിൻക നഫ്സൻ ബഅദ നഫ്സ് മാ തറക്തു ദീനി. ഉമ്മ, നിങ്ങൾക്ക് 1000 ശരീരമുണ്ടെങ്കിലും, 1000 ശരീരം 1000 തവണ കൊല്ലപ്പെട്ടാലും, അതല്ലെങ്കിൽ മരണപ്പെട്ടാലും, മാ തറക്തു ദീനി, എന്റെ ദീന് ഞാൻ ഒരിക്കലും ഒഴിവാക്കൂല. അത് മറ്റുള്ള കാര്യങ്ങളാണെങ്കിൽ അനുസരിക്കണം, അതനുസരിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷയുണ്ട്. എന്നാൽ ഇസ്ലാം സ്വീകരിച്ച സഅദിനോട് അത് സ്വീകരിക്കണ്ട, അതിൽ നിന്ന് മാറാൻ പറഞ്ഞപ്പോൾ അത് കഴിയില്ല എന്ന് പറഞ്ഞ സഅദ് ഉമ്മ മരിക്കുന്നത് വരെ വെള്ളം കുടിക്കൂല, ഭക്ഷണം കഴിക്കൂല. ഉമ്മനി, താങ്കൾ മരണപ്പെട്ടാൽ എനിക്കൊരു വിരോധമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും ദീനിന്റെ വിഷയത്തിൽ മാത്രം. ഇനി അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മാതാപിതാക്കളുടെ വിഷയത്തിൽ നമുക്ക് സഹോദരങ്ങളെ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. എന്താണെന്നറിയോ? ഉഖൂബത്തുൻ ഫിദ് ദുനിയ വ ഉഖൂബത്തുൻ ഫിൽ ആഖിറ. മാതാപിതാക്കളെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവന് ദുനിയാവിലും ശിക്ഷയുണ്ട്, അവന് പരലോകത്തും ശിക്ഷയുണ്ട്. അത് പണ്ഡിതന്മാര് ഓരോന്നായി എണ്ണി പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ദുനിയാവിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രയാസങ്ങൾ, ലാ തതയസ്സറ ലഹു ഉമൂറു ദുനിയ വയുസീബുഹു മിനൽ ഹുമൂമി വൽ ഗുമൂം. ദുനിയാവിലെ കാര്യങ്ങളൊന്നും എളുപ്പമാവൂല. പല ആളുകൾ ഇത് പറയുന്നുണ്ടല്ലോ, അവർ ബിസിനസ് തുടങ്ങി വിജയിക്കണില്ല, ഒരുപാട് ബിസിനസ് പൊട്ടിപ്പോയിട്ടുണ്ട്, എന്റെ സംരംഭങ്ങളൊന്നും വിജയിക്കുന്നില്ല, എനിക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഹുമൂം ദുഃഖങ്ങളുണ്ട്, ഹുസ്ന് സങ്കടമുണ്ട്, ഒന്നും മാറുന്നില്ല. പക്ഷേ അങ്ങനെ പറയുന്ന ആളുകളുടെ വീട്ടിലൊന്നും നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. മാതാപിതാക്കളുമായിട്ട് ആ മനുഷ്യനെ എങ്ങനെയെന്നുള്ളത് അത് കൃത്യമായി എണ്ണി പറയാം. അവന്റെ ദുനിയാവിലെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ അതിലൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം കണ്ടെത്തൂല, എളുപ്പം കൊടുക്കൂല അവന്. രണ്ടാമതായി ദുനിയാവിലെ ശിക്ഷ, ലാ ബറകതും ഫിർ റിസ്ഖി വലാ ഫിൽ മാലി വലാ ഫിസ് സൗജ വലാ ഫിൽ അബ്നാഇ വതസൂലു അൻ-നിഅമ. നമ്മൾ സമ്പാദിക്കുന്ന റിസ്ക്, അതുപോലെ തന്നെ സമ്പത്ത്, അതുപോലെ തന്നെ ഭാര്യ, മക്കള്, ഇതിലൊന്നും ബറക്കത്ത് ഉണ്ടാവില്ല. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കാം, മാതാപിതാക്കളെ കൃത്യമായി സ്നേഹിച്ചു നോക്കൂ, ഇതൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്നിട്ട് പറഞ്ഞു അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകും. മൂന്നാമതായി പറഞ്ഞു അവന്റെ മുഖത്തുള്ള പ്രകാശത്തെ അല്ലാഹു ഊതിക്കെടുത്തു. മാതാപിതാക്കളെ സ്നേഹിക്കുന്നവനെ, അവരുമായി അടുത്ത് ഇടപഴകുന്നവനെ, മാതാപിതാക്കൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകൾക്കൊക്കെ ഒരു മുഖപ്രകാശം ഉണ്ടാവും.
അത് അല്ലാഹു ഓതിക്കൊടുത്തു. നാലാമതായി പറഞ്ഞു ലാ യസ്അലു അലൈഹി നുത്ഖു ഷഹാദതു ഇൻദൽ മൗത്ത്. ദുനിയാവിലെ ശിക്ഷ കേട്ടോ. നേരത്തെ അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ അതേ വിഷയം. ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മൻ കാന ആഖിറു കലാമുഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അവൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു. പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും അത് ഉച്ചരിക്കാൻ സാധ്യമാകുകയില്ല. അതാണ് ഉഖൂബത്തു ദുനിയ, ദുനിയാവിലെ ശിക്ഷയായിട്ട് എണ്ണി പറയുന്നത്. ഇനി 4 കാര്യങ്ങളും കൂടെ. ഉഖൂബത്തുൻ ഫിൽ ആഖിറ, പരലോകത്തിൽ ലഭിക്കുന്ന ശിക്ഷ. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ലാ യൻദുറുല്ലാഹു ലഹു യൗമൽ ഖിയാമ. ഒന്ന് റബ്ബ് അവനിലേക്ക് ഖിയാമത്തിൽ നോക്കുകയില്ല. രണ്ടാമതായി പറഞ്ഞു ലാ യതഖബ്ബലുല്ലാഹു അഅമാലഹു, അവന്റെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കൂല. എത്ര നമസ്കരിച്ചിട്ടും എത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല. മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കുന്ന, അവരെതിർക്കുന്ന, അവരുപദ്രവിക്കുന്ന ആളാണെങ്കിൽ അല്ലാഹു അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കൂല. 3 യതഅഖറു ഫീ ദുഖൂലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ വൈകി പോകുന്ന ആളായിരിക്കും. അങ്ങനെ എളുപ്പത്തിൽ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കൂല. യതഅഖർ ദുഖൂലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ താമസമെടുക്കും. അവസാനമായി പറയുന്നു യതഅദ്ദബു അദാബുൻ ശദീദുൻ ഫിൽ ഖബ്ർ, ഖബറിലെ കഠോരമായ ശിക്ഷയ്ക്ക് വിധേയമാകും മാതാപിതാക്കളെ ഉപദ്രവിച്ച മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ദുനിയാവിലും ശിക്ഷയുണ്ട്, പരലോകത്തും ശിക്ഷയുണ്ട്. അപ്പൊ അവരെ സ്നേഹിക്കുന്ന മക്കളായി നമുക്ക് മാറാൻ കഴിയണം. അത് വെറുതെ പറഞ്ഞതല്ല. ഒരാൾ നിന്ദ്യനാകട്ടെ എന്ന് പ്രവാചകൻ 3 തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുത്തരമായി സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തത് മൻ അദ്റക വാലിദൈനി ഇൻദൽ കിബരി അഹദഹുമാ അയ്കിലഹിമാ, ഒരു മാതാവിനെ പിതാവിനെ വാർദ്ധക്യത്തിലുള്ള ആളെ കിട്ടിയിട്ട് സ്വർഗം വാങ്ങാത്തവരുണ്ടെങ്കിൽ അവന് നശിക്കട്ടെ എന്നുള്ളത്. നിന്ദനായി പോകട്ടെ. അപ്പൊ അവര് നമ്മുടെ സ്വർഗത്തിനും കാരണമാണ്, നരകത്തിനും കാരണമാണ് എന്ന യാഥാർത്ഥ്യം പ്രവാചക വചനം മനസ്സിലാക്കി നമ്മൾ ജീവിക്കുന്ന കാലം, നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂടെയുള്ള കാലത്തോളം അവരെ സ്നേഹിച്ച് നമ്മൾ കഴിയുക എങ്കിൽ അള്ളാഹു നമുക്ക് ആ സ്വർഗം, നമ്മളോട് വാഗ്ദാനം ചെയ്ത സ്വർഗം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കും. അത്തരം വിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാതാപിതാക്കളെ സ്നേഹിച്ച കാരണം നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന യഥാർത്ഥ സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നമ്മൾ നിർവഹിക്കുന്ന കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് രോഗികളുണ്ട്, അല്ലാഹു അവർക്ക് പരിപൂർണ്ണ ശമനം നൽകുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അല്ലാഹു അവരുടെ കടം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم ادخلنا الجنة اللهم أجرنا وأجر والدينا من النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد